ഹായ് നമസ്കാരം. എല്ലാവർക്കും ലവ്ലി ബെഡ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞങ്ങളിന്ന് പുതിയൊരു വീഡിയോ ആയിട്ട് വരികയാണ്. നിങ്ങൾക്ക് കുഞ്ഞനെ എങ്ങനെയാണ് കിട്ടുക എന്നുള്ളതിൻ്റെ ഒരു വീഡിയോ ആണ് ഇന്ന് ഞങ്ങൾ പറയാൻ പോകുന്നത്. അതിന് മുന്നായിട്ട് ഒരു കാര്യം പറയാനുള്ളത്, ഇത് എന്ത് തരം തത്തകളാണ്, അതുപോലെ ഇതിനെ വളർത്തുന്നത് നിയമവിധേയമാണോ എന്നൊക്കെ പലരും ഞങ്ങളോട് ചോദിച്ചിരുന്നു. അപ്പോൾ ഇത് കൊണൂർ വിഭാഗത്തിൽപ്പെട്ട ഗ്രീൻ ചീക്ക് കൊണൂർ എന്ന് പറഞ്ഞ ഗ്രീൻ ചീക്ക് കൊണൂറിലെ യെല്ലോ സൈഡഡ് കൊണൂറാണിത്. ഇത് സൗത്ത് അമേരിക്കൻ ഒറിജിനാണ്. അതുകൊണ്ട് നമുക്കിതിനെ വളർത്തുന്നതുകൊണ്ട് ഒരു പ്രശ്നമില്ല. ലീഗലായിട്ട് ഇതിവിടെ അലൗഡാണ് വളർത്താനായിട്ട്. അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ല. പിന്നെ ഒരു കാര്യമുള്ളത്, ഈ കൊണൂർ വിഭാഗത്തിൽ ഏകദേശം 40 വെറൈറ്റി തത്തകളുണ്ട് കൊണൂറിൽ തന്നെ. അതിൽ സൺ കൊണൂർ, അതുപോലെ പൈനാപ്പിൾ കൊണൂർ, അങ്ങനെ 40 വെറൈറ്റി തത്തകളുണ്ട്. അതിൽ ഗ്രീൻ ചിക്ക് യെല്ലോ സൈഡഡ് ഇത്. പിന്നെ ഇവരുടെ ആയുസ് 25 വയസ്സ് മുതൽ 30 വയസ്സ് വരെയാണ് പറയുന്നത്. ഞാനിപ്പോൾ ഞങ്ങൾക്ക് കിട്ടിയിട്ട് 4 വർഷമായി. അടുത്ത മാസം ജൂലൈയിലേക്ക് ഇവനെ ഞങ്ങൾക്ക് കിട്ടിയിട്ട് 4 വർഷമായി. 2021 ജൂലൈ 11 തീയതിയാണ് ഇവനെ കിട്ടിയത്. ഇന്നത്തെ പോലെ നല്ല മഴയുള്ളൊരു ദിവസമായിരുന്നു അന്നും. അപ്പോൾ ഞങ്ങൾ വൈഫ് വീട്ടിലുണ്ടായിരുന്നില്ല. വൈഫിൻ്റെ വീട്ടിലെ തിരുനാൾക്ക് പോയിരിക്കുകയായിരുന്നു, പള്ളിയിലെ തിരുനാൾക്ക് പോയിരിക്കുകയായിരുന്നു. ഞാനും മോനും കൂടി തിരുനാൾക്ക് പോകാനുള്ള ഒരു തയ്യാറെടുപ്പൊക്കെ ആയിട്ട് നിൽക്കുമായിരുന്നു. ഏകദേശം രാവിലെ ഒരു 11 മണിയായപ്പോൾ ഞാൻ എന്തോ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് ബാക്ക് സൈഡിലെ വർക്ക് ഏരിയയുടെ ഗ്രില്ല് തുറന്നിട്ട് പുറത്തേക്ക് പോയതാണ്. പുറത്തേക്ക് പോയി വരുമ്പോൾ എൻ്റെ തലയിൽ എന്തോ ഒരു സാധനം വന്ന് വീണപ്പോൾ ഞാൻ അങ്ങനെ പെട്ടെന്ന് തല തട്ടിയപ്പോൾ തല തട്ടിയിട്ട് ഞാൻ ആകാംക്ഷയോടുകൂടി ബാക്കിലേക്ക് തിരിഞ്ഞു നോക്കിയപ്പോൾ ഒരു കിളി, പച്ച കളറൊക്കെ ഉള്ള ഒരു കിളി, അതുപോലെ ചുവപ്പ് വാലും ബ്ലൂ കളറൊക്കെ ഉള്ള ഒരു കിളി താഴെ വീണ് എടുക്കണ്ടായിരുന്നു. അത് എന്നിട്ട് അവിടുന്ന് പെട്ടെന്ന് പറന്നിട്ട് അപ്പുറത്തെ ഒരു വാഴയുടെ തണ്ടിൽ ചെന്നിരുന്നു. അപ്പോൾ എനിക്ക് ഭയങ്കര ആകാംക്ഷയായി. ഞാൻ പതുക്കെ പോയിട്ട് അതിനെ പിടിച്ചപ്പോൾ അത് പറന്നു പോയൊന്നുമില്ല. അതവിടെ ഒതുങ്ങിയിരുന്നു. അതിനെ പിടിച്ച് ഞാൻ വർക്ക് ഏരിയയിലേക്ക് കൊടുന്നു. എന്നിട്ട് ആ ഗ്രില്ലൊക്കെ അടച്ച് ഞാൻ മോനെ വിളിച്ചു. മോനെ വന്ന് അവന് കാണിച്ചു കൊടുത്തു. ഞങ്ങൾക്ക് കണ്ടവർക്കും അപ്പോൾ ആദ്യം ഞങ്ങൾക്ക് തോന്നി ഇവന് തുറന്ന് വിടാൻ തോന്നി, പാവല്ലേന്ന് തോന്നി. പിന്നെ ഞങ്ങൾക്ക് തോന്നി ഇനിയിപ്പോൾ ഏതായാലും വൈഫ് വന്ന് കാണിച്ചു കൊടുത്തിട്ടൊക്കെ വിടാം. പിന്നെ മറ്റുള്ള വല്ല കിളികളോ പൂച്ചയോ പരുന്തൊക്കെ ആക്രമിച്ചാലോ എന്ന് തോന്നി ഞങ്ങൾക്ക്. അവന് ഇടയ്ക്ക് കണ്ണട വേണം. ആ കണ്ണട എടുത്ത ദേഷ്യമാണ് പോയി കാണിക്കുന്നത്. അപ്പോൾ അങ്ങനെ ആക്രമിച്ചാലെന്ന് കരുതിയിട്ട് ഞങ്ങൾ അവന് വിട്ടില്ല. വൈഫ് വന്ന് കാണിച്ചു കൊടുക്കാമെന്ന് കരുതി. എന്നിട്ട് ഞങ്ങൾ കുറച്ച് പാലും പഴമൊക്കെ അവന് കൊടുത്തു. പാലും പഴമൊക്കെ കൊടുത്തപ്പോൾ അത് കഴിച്ചപ്പോൾ കുറച്ച് ഉഷാറായിട്ട് അവൻ. എന്നിട്ട് പിന്നെ ഞങ്ങളുടെ മേത്തൊക്കെ ഇതുപോലെ പറന്ന് വന്നിരുന്നു തുടങ്ങി. അപ്പോൾ എന്നിട്ട് ഞങ്ങൾ അവനവിടെ വർക്ക് ഏരിയയിൽ ലോക്ക് ചെയ്തിട്ട് ഞങ്ങൾ പെരുന്നാൾക്കൊക്കെ പോയി. പെരുന്നാൾ കഴിഞ്ഞ് തിരിച്ചു വന്ന് വൈഫിനൊക്കെ കാണിച്ചു കൊടുത്തു. അപ്പോൾ വൈഫിന് നല്ല ഇഷ്ടമായി. ഇതിനെ വിടണ്ടെന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തി ഞങ്ങൾ. പിന്നെ വിട്ട് കഴിഞ്ഞാൽ എന്തായാലും അവന് സർവൈവ് ചെയ്യാൻ പറ്റില്ല. ബാക്കിയുള്ള സാധനങ്ങൾ പൂച്ച എന്തെങ്കിലുമൊക്കെ അവന് ഉപദ്രവിക്കാൻ തോന്നി. അങ്ങനെ ഞങ്ങൾ അവനെ വിട്ടില്ല. എന്നിട്ട് പിന്നെ അന്ന് തൊട്ട് അവൻ ഞങ്ങളുടെ വീട്ടിലെ ഒരു അംഗത്തെ പോലെ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഇവൻ ഞങ്ങളുടെ വീട്ടിലൊരു അംഗമായി. 2021 ജൂലൈ 21 മുതൽ ഞങ്ങളുടെ വീട്ടിലൊരു അംഗമായി. അപ്പോൾ ഇവൻ ആണാണെന്ന് ഞങ്ങൾക്കൊരു സംശയം ഉണ്ടായിരുന്നു, എന്നാലും ഉറപ്പുണ്ടായിരുന്നല്ലോ. അപ്പോൾ ഞങ്ങൾ ഇവൻ്റെ DNA ഒക്കെ എടുത്തു. അവൻ ആണെന്നെയാണെന്ന് മെയിൽ തന്നെയാണെന്നുള്ളത് സർട്ടിഫൈ ചെയ്തു. ഞങ്ങൾക്ക് അവൻ്റെ കാർഡൊക്കെ കിട്ടി. പക്ഷെ അവൻ്റെ ഏജ് കണക്കാക്കാൻ ഞങ്ങൾക്ക് പറ്റില്ല. അത് ഏജ് എടുക്കുന്ന ടെസ്റ്റ് ചെയ്യുന്ന അങ്ങനെ ഒരു ടെസ്റ്റ് ഇല്ലയെന്ന് തോന്നുന്നു. അതുകൊണ്ട് കുഞ്ഞൻ്റെ ഏജ് എത്രയാണെന്ന് ഞങ്ങൾക്ക് അറിയില്ല. എന്തായാലും 4 വർഷമായിട്ട് ഞങ്ങളുടെ കൂടെ ഉണ്ട് കുഞ്ഞൻ. പിന്നെ അപ്പോൾ ഞങ്ങൾക്ക് തോന്നി ഇനി കുഞ്ഞൻ ഒറ്റയ്ക്കല്ലേ, അപ്പോൾ അവനൊരു തുണയും കൂടി മേടിക്കാമെന്ന് കരുതിയിട്ട് ഞങ്ങൾ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്ത് അവസാനം അവനൊരു ഫീമെയിൽ ഒരു അണയനെ കണ്ടുപിടിച്ചു. അങ്ങനെ കിട്ടിയതാണ് നീലി അവിടെ ഇരിക്കുന്നില്ല കേട്ടോ. അങ്ങനെ ഇവർ രണ്ടാളും ഇവിടെ ഈ ഞങ്ങളുടെ വീടിൻ്റെ എല്ലാ അകങ്ങളിലും സ്വൈരവിരാഹം നടത്തി കിടന്നു. പക്ഷേ അത് ഞങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടായി മാറി പിന്നീട്. കാരണം ജനലും വാതിലൊന്നും തുറക്കാൻ പറ്റില്ല. വീട്ടിലേതെങ്കിലും ആൾക്കാർ ഗസ്റ്റുകളൊക്കെ വന്നു കഴിഞ്ഞാൽ ആദ്യം ഇവരെ ഏതെങ്കിലും റൂമിലേക്ക് മാറ്റണം. എന്നിട്ട് വേണം വാതിലും ജനലൊക്കെ തുറക്കാൻ. അപ്പോൾ വരുന്ന ഗസ്റ്റുകൾക്കൊക്കെ
എന്താ തോന്നുക, കുറേ ലേറ്റായിട്ടൊക്കെ നമ്മൾ തുറക്കുക, അല്ലെങ്കിൽ ഇവർ പുറത്തേക്ക് പറന്ന് പോകും. അത് കൂടാതെ പിന്നെ ഫാൻ ഇടാൻ പറ്റില്ല. ഫാൻ ഇട്ട് കഴിഞ്ഞാൽ ഫാനിന്മേൽ ഇവർ ചെന്ന് പറന്ന് തട്ടിക്കഴിഞ്ഞാൽ ഇവർ ഛിന്ന ഭിന്നമായി പോകും. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ബുദ്ധിമുട്ടായതുകൊണ്ട് ഞങ്ങൾ ഇവരെ ഒരു റൂമിലേക്ക്, മുകളിൽ ഞങ്ങൾ യൂസ് ചെയ്യാതെ കഴിഞ്ഞാൽ ഒരു റൂമുണ്ട്, ആ റൂമിലേക്ക് മാറ്റി അവിടെ ഒരു കൂടൊക്കെ ഉണ്ടാക്കി അതിൽ സെറ്റാക്കി. എന്നിട്ട് ആ റൂമിൽ മാത്രമായി അഴിച്ചില്ലേ. വല്ലപ്പോഴും ഇതുപോലെ ഒരിക്കൽ ഞങ്ങൾ അവരെ ഇങ്ങോട്ട് കൊണ്ടുവരും. ഞങ്ങൾ ഇങ്ങനെ എത്രയൊക്കെ ഇവരെ എത്ര കെയർ ചെയ്ത് നോക്കിയിട്ടും ഒരു ദിവസം കുഞ്ഞൻ ഞങ്ങളുടെയൊക്കെ പുറത്തേക്ക് ചാടിപ്പോയി. അവൻ പോയിട്ട് അവൻ പറന്നങ്ങ് പോയി. ഞാൻ കുറേ പിന്നാലെ ഓടി, പക്ഷെ അവന് കിട്ടിയില്ല. എന്നിട്ട് പിന്നെ ഞങ്ങൾക്ക് ഭയങ്കര വിഷമമായി. ഞങ്ങൾ 2-3 ദിവസം ഞങ്ങൾ ഇവിടെ ചുറ്റുപാടുകളിൽ 1 കിലോമീറ്റർ ചുറ്റടവൊക്കെ ഞാൻ പോയി അന്വേഷിച്ചു. ഓരോ വീടുകളിലും കയറി ഇറങ്ങി എല്ലാ മാവുമ്മലും മരത്തിലൊക്കെ ഞാൻ അന്വേഷിച്ച് അവനെ വിളിച്ചുകൊണ്ട് നടന്നു. അവസാനം ഞങ്ങൾക്ക് അവനെ കിട്ടി. ഒരു വീട്ടിൽ അവനെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അവനെ പൂച്ച പിടിക്കായിരുന്നു അത്ര. പൂച്ച പിടിക്കുമ്പോൾ അവർ പൂച്ചേനെ ഓടിച്ച് അവനെ രക്ഷപ്പെടുത്തി അവരുടെ വീട്ടിൽ അവർ സംരക്ഷിച്ച് നിർത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾക്ക് അവസാനം അവനെ തിരിച്ച് കിട്ടി. അപ്പോൾ അവനെ മിസ്സായില്ല. അപ്പോൾ ഞങ്ങളുടെ പെറ്റാണ് അവൻ. കണ്ടില്ലേ, എപ്പോഴും എൻ്റെ തോളത്താവ് ഇരിക്കുക. നീ അപ്പുറത്തേക്ക് വരില്ല, എന്നാലും അവൾ അപ്പുറത്തിരിക്കേണ്ട അവളും വരും. ഇപ്പം ഞങ്ങൾക്ക് 3 പെയർ ഇതുപോലത്തെ തത്തകളുണ്ട്. 2 പെയർ അതിൽ മുട്ടയിടുന്നതാണ്. പിന്നെ 1 പെയർ മുട്ടയിടാനായിട്ടുണ്ട്. അത് ഇവർ 2 കുട്ടികളാണ്. ഒരേ ലൈനേജുള്ള കുട്ടികളെ ക്രോസ് ചെയ്യിക്കാൻ പാടില്ല. അപ്പോൾ ഒരു കുട്ടി, അതിലൊരു കുട്ടി കുഞ്ഞൻ്റെയും നീലയുടെയും, മറ്റേ കുട്ടി ഞങ്ങളുടെ ചക്കിയുടെയും ചങ്കരൻ്റെയാണ്. അങ്ങനെ ഞങ്ങൾ അവരെ പെയറാക്കി. ഇപ്പോൾ അവർ മുട്ടയിടാനായിട്ടുണ്ട്. ഒരു 1.5 വയസ്സായി അവർക്ക്. ഞങ്ങൾ ബ്രീഡിംഗ് ബോക്സ് അവർക്ക് വെച്ച് കൊടുത്തിട്ട് അവർ മുട്ടയിടാനായിട്ടുണ്ട്. അപ്പോൾ അതാണ് ഞങ്ങളുടെ കുഞ്ഞൻ്റെ കഥ. അങ്ങനെയാണ് ഞങ്ങൾക്ക് കുഞ്ഞനെ കിട്ടിയത്. അപ്പോൾ ഞങ്ങൾക്ക് ആദ്യം അവനെ കിട്ടിയപ്പോൾ ഇത് ഏത് തരത്തിലുള്ള കിളിയാണെന്ന് നിങ്ങൾക്ക് അറിയേണ്ടതാണെന്നില്ല. എന്നിട്ട് ഞങ്ങൾ ഗൂഗിളൊക്കെ സെർച്ച് ചെയ്തിട്ടാണ് ഇവങ്ങനെ കൊണൂറാണ്, യെല്ലോ സൈഡഡ് ഗ്രീൻ ചിപ്പ് കൊണൂറാണെന്നൊക്കെ അങ്ങനെയാണ് ഞങ്ങൾ മനസ്സിലാക്കിയത്. അപ്പോൾ ഇതാണ് നമ്മുടെ കുഞ്ഞൻ്റെ കഥ. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ഞങ്ങളെ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ലൈക്ക് ചെയ്യുക. ഇനി ഞങ്ങൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരും. അപ്പോൾ അതുവരെ എല്ലാവർക്കും ബൈ.